നമസ്കാരം. സ്വാമി ശരണം. മറ്റൊരു തീർത്ഥാടന കാലം വന്നെത്തിയിരിക്കുകയാണ്. ഒരിക്കലും ഒരു ഭക്തിപരമായ പ്രഭാഷണമല്ല ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർത്ഥാടന കാലത്ത് ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾക്കുള്ള ഒരു സൂചനയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നൽകുന്നത്. തീർത്ഥാടന കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ളവരും അന്യ സംസ്ഥാനത്തു നിന്നുള്ളവരും എല്ലാവരും കേരളത്തിലെ റോഡുകളിൽ തിങ്ങി നിറയുന്ന ഒരു അവസരമാണ് മണ്ഡലക്കാലം. നവംബർ 15 മുതൽ ജനുവരി 15 വരെ നീണ്ടു നിൽക്കുന്ന 2 മാസത്തോളം റോഡിൽ സൂചി കുത്താൻ ഇടമില്ലാത്തത്രയും വാഹനങ്ങളാണ് കേരളത്തിലെത്തുന്നത്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ അത്രയധികം വാഹനത്തിരക്കാണ് വരുന്നത്. ഇതിനിടയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. ഒന്ന്, പരിചയമില്ലാത്ത റോഡുകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുക. ആ സമയത്ത് ഒരിക്കലും അമിത വേഗത എടുക്കരുത്. റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല. സ്ഥിരമായി യാത്ര ചെയ്യുന്ന വഴികളിലൂടെ അല്ല നമ്മൾ ഈ തീർത്ഥാടന കാലത്ത് തീർത്ഥയാത്ര നടത്തുന്നത്. ഇടയ്ക്കിടെയെങ്കിലും വാഹനങ്ങൾ മറഞ്ഞുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പത്രവാർത്തകൾ നമ്മൾ കാണുന്നു. തീർത്ഥാടന പാതയിൽ ഉൾപ്പെടെ അപകടങ്ങൾ ഇല്ലാതിരിക്കട്ടെ, സേഫായി യാത്ര ചെയ്യാൻ സാധിക്കട്ടെ. മറ്റൊരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ വാഹനങ്ങളിലല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളുടെ പുറകിൽ വലിയ കുടിതോരണങ്ങൾ കെട്ടിവരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു സുപ്രധാന വിധി ഇക്കാര്യത്തിൽ പുറപ്പെടുവിച്ചിരുന്നു. തീർത്ഥാടകരുടെ വാഹനത്തിൽ അലങ്കാരങ്ങൾ ഒഴിവാക്കണം. LED ലൈറ്റിംഗ് സംവിധാനങ്ങൾ തീർത്തും ഒഴിവാക്കണം. പണ്ടുകാലത്ത് അയ്യപ്പസ്വാമിയുടെ ഒരു ഫോട്ടോ മാത്രമാണ് തീർത്ഥാടകരുടെ വാഹനത്തിൽ വെച്ചിരുന്നത്. ചിലരെങ്കിലും ആ ഫോട്ടോയ്ക്ക് ഒരു മാലയും ഇട്ടുകൊടുത്തിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. വാഹനത്തെ പച്ച പിടിപ്പിക്കുന്ന രീതിയിൽ പറക്കും തിളകിൽ കല്യാണ ബസ് കൊണ്ടുന്ന പോലെ അങ്ങിങ്ങ് കൊച്ചു കൊച്ചു ഇലകൾ എന്ന് പറഞ്ഞുകൊണ്ട് വാഹനത്തിൽ പുഷ്പാലങ്കാരം നടത്തിയാണ് പല അയ്യപ്പ വാഹനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെയാണ് മുണ്ടും ഡ്രസ്സുകളും സൈഡിൽ ഉണങ്ങാനായി കെട്ടിയിടുന്നത്. ഇതിനൊക്കെ പുറമെയാണ് ഇപ്പൊ കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള കൊടികൾ. കൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കൊടിയൊന്നുമല്ല. ഇന്ത്യയുടെ ദേശീയ പതാകയെക്കാളും വലിപ്പമുള്ള കൊടികളാണ് പല വാഹനങ്ങളിലും കെട്ടിവരുന്നത്. ഇതൊരിക്കലും ആചാരമാണെന്ന് കരുതാൻ വയ്യ. ഈ കൊടി കെട്ടുന്നതുകൊണ്ട് നമുക്കെന്താണ് ദോഷം എന്നുള്ളതാണ്. പലരും കൊടിയുടെ അറ്റം പറന്ന് കളിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ചിലരെങ്കിലും അത് ഭംഗിയായി കെട്ടി ഒതുക്കി വെച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കൊടി പറന്ന് കളിക്കുന്ന സമയത്ത് പുറകിൽ വരുന്ന വാഹനത്തിന്റെ ഡ്രൈവർക്ക് കാഴ്ച തടസ്സപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. ഇനി എതിരെ വരുന്ന വാഹനത്തിന് മുന്നിലേക്കും ഈ കൊടി പറന്നെത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവർക്കും വിസിബിലിറ്റി നഷ്ടപ്പെടും. 2 വീലർ യാത്രക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഈ കൊടിയെങ്ങാനും കഴുത്തിൽ കുരുങ്ങിക്കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ ഒന്ന് വന്ന് വീശി അടിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും? അത്രയും ശക്തമായൊരു വീശിയടിക്കലായിരിക്കും ഒരു പക്ഷെ അനുഭവിക്കേണ്ടി വരിക. വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് തെറിച്ചു വീഴാൻ വരെ സാധ്യതയുണ്ട്. മുന്നേ ലോറിയിൽ നിന്നും കയറ് നിലത്ത് വീണ് കുരുങ്ങി ബൈക്ക് യാത്രികർ മരിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു വാർത്ത വരാതെ കണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അന്യ സംസ്ഥാനക്കാർ ഒരിക്കലും ഈ വീഡിയോ കാണില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അവരെ ബോധവൽക്കരിക്കാൻ പോയിട്ടും കാര്യമില്ല. നമുക്ക് ചെയ്യാവുന്നത്, ഇത്തരത്തിലുള്ള കൊടിയോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ വാഹനത്തിൽ നിന്നും നിശ്ചിത ദൂരം പിന്നിലേക്ക് മാറി സുരക്ഷിതമായി യാത്ര ചെയ്യുക എന്നൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോയിട്ട് ഒരു കാര്യവുമില്ല. അത് ചെയ്യേണ്ടത് മോട്ടോർ വാഹന വകുപ്പും പോലീസുമാണ്. അവരത് ഭംഗിയായി ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്തരം വാഹനങ്ങളിൽ നിന്നും സുരക്ഷിത അകലം പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക, സുരക്ഷിതരായി യാത്ര ചെയ്യുക എന്നൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്തായാലും അപകടരഹിതമായ ഒരു തീർത്ഥാടന കാലം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.